നമോ നാരായണായ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുവാൻ പോകുന്നത് ചിത്തിര നക്ഷത്രത്തിലെ ഓരോ പ്രായത്തിൻ്റെയും ഗുണഫലങ്ങളാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഓരോ പ്രായത്തിലും ഗുണഫലങ്ങൾ വ്യത്യസ്തമായി വരുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. ശ്രേഷ്ഠമായ ഒരു നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രായോഗിക ബുദ്ധി കൂടുതലാണ് എന്നാണ് പൊതുവെ പറയുന്നത്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണാനും അസാധാരണമായ കഴിവുണ്ട്. അതുമൂലം ഇവരെ ആർക്കും പറ്റിക്കുവാനോ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കുവാനോ ഒന്നും കഴിയില്ല. തന്ത്രപൂർവം പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യം നേടാനുള്ള ഇവർക്കുള്ള കഴിവൊരു പ്രത്യേകതയാണ്. സ്നേഹം തോന്നുന്നവരോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തി ഇഷ്ടമില്ലാത്തവരോട് അകന്നും കഴിയുന്ന ഒരു നക്ഷത്ര ജാതകരാണ് ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത്. അവരോട് എതിര് നിൽക്കുവാൻ സാധാരണഗതിയിൽ മറ്റുള്ള ആരും ശ്രമിക്കാറുമില്ല. ചിത്തിര നക്ഷത്രത്തിൻ്റെ ഗണം പക്ഷി, മൃഗം, രത്നം, ഭാഗ്യസംഖ്യ എന്നിവ അറിയണം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ഗണം ആസുര ഗണമാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ മൃഗം ആൺപുലിയാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ പക്ഷി കാക്കയാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ വൃക്ഷം കൂവളമാണ്. രത്നം ചെമ്പവിഴം, ഭാഗ്യസംഖ്യ 9 ആണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഒരുപാട് രാജയോഗങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രമാണ്. അതിനാൽ ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു നക്ഷത്രക്കാരാണ് സ്ത്രീയായാലും പുരുഷനായാലും. ചിത്തിര നക്ഷത്രക്കാർ ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാരങ്ങളുണ്ട്. കാരണം ഈ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഇവർക്ക് സാമ്പത്തികമായും കുടുംബപരമായുമൊക്കെ ഉന്നത നിലയിലെത്തുവാൻ കഴിയുന്ന നക്ഷത്രമാണ്. ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവർക്ക് അതുമൂലം ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും നടത്തുന്ന ഉത്തമമാണ്. ചൊവ്വയും ചിത്രയും ചേരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുകയും വിശേഷാൽ പൂജ നടത്തുകയും വേണം. ചിത്തിര നക്ഷത്രക്കാർ ചിത്തിര, അവിട്ടം, മകയിരം എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനവും പൂജയും നടത്തിയാൽ അവരുടെ സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബ അഭിവൃദ്ധി, മറ്റുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങളുമുണ്ട്. തൃക്കേട്ട, വിശാഖം, പൂരാടം, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ നക്ഷത്രങ്ങളാണ് ചിത്രനാളുകാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ. മേൽപ്പറഞ്ഞ നാളുകളിൽ ചിത്തിര നക്ഷത്രക്കാർ പുതിയ ഒരു സംരംഭവും ഒരു ബിസിനസ്സുകളും അല്ലെങ്കിൽ കലാപ്രവർത്തനത്തിൻ്റെ തുടക്കവും ഒന്നും തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിത്തിര നക്ഷത്രക്കാർക്ക് അനുകൂലമായ ചില നിറങ്ങളുണ്ട്. ചുവപ്പ്, പച്ച, വെള്ള, ഇളം നീല എന്നീ നിറങ്ങൾ അനുകൂലങ്ങളാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ ദേവത ത്വഷ്ടാവാണ്. ത്വഷ്ടാവിൻ്റെ മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയാണ്: ഓം വിശ്വകർമ്മണോ നമഃ എന്നാണ് മന്ത്രം ഉരുവിടേണ്ടത്. ചിത്തിര നക്ഷത്രക്കാർക്ക് ജന്മന 7 വർഷം ചൊവ്വ ദശയാണ്. പൊതുവെ ചൊവ്വ ദശ ഗുണദോഷ സമ്മിശ്രമാണ്. ജാതകൻ്റെ ജനന സമയത്ത് മാതാവിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. എന്നാൽ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന കുജൻ്റെ ദശയിൽ പല വിധത്തിലുള്ള ഗുണഫലങ്ങൾ ജാതകനെയും കുടുംബത്തെയും തേടിയെത്തും. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ജാതകൻ്റെ ജനനത്തോട് ജന്മദേശം വിട്ട് താമസിക്കേണ്ടതായി വരുന്ന അവസ്ഥയുമുണ്ട്. നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാസന്ധി കാലത്ത് യാതൊരുവിധ ഗുണഫലങ്ങളും ജാതകന് ലഭിക്കുകയില്ല. എങ്കിലും പിന്നീട് അങ്ങോട്ട് വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങുന്നതോടെ സാമ്പത്തിക മേന്മയും കുടുംബ മേന്മയുമൊക്കെ ഈ ജാതകനുണ്ടാകും. ചിത്തിര നക്ഷത്ര ജാതകർക്ക് 7 വയസ്സ് മുതൽ 25 വയസ്സ് വരെ രാഹുദശയാണ്. രാഹുദശയുടെ ആദ്യ കാലഘട്ടത്തിൽ ദന്തരോഗങ്ങൾ ജാതകനെ വല്ലാതെ അലട്ടും. എന്നാൽ അനിഷ്ടമായ ഫലങ്ങളെ
നൽകുന്നവനാണ് രാഹു എങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിൽക്കുന്ന രാഹു ജാതകന് പലതരത്തിലുള്ള ഗുണഫലങ്ങളും നേടിക്കൊടുക്കും എന്നതും ഉത്തമമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് 25 വയസ്സ് മുതൽ 41 വയസ്സ് വരെ വ്യാഴദശയാണ്. പൊതുവേ ജാതകന് ഗുണപ്രദമാണ് വ്യാഴദശാസന്ധി. പലതരത്തിലുള്ള ഗുണഫലങ്ങളും സർക്കാർ ജോലിയും വിവാഹവും കീർത്തിയും പ്രശംസിപത്രവും അതുപോലെ തന്നെ ധനലാഭവുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം, സ്വക്ഷേത്രം മുതലായ സുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശയിൽ വളരെ ഗുണഫലങ്ങൾ സിദ്ധിക്കുകയും ചെയ്യും. ഉച്ചനായോ ബലവാനായോ നിൽക്കുന്ന മറ്റൊരു ശുഭനോട് യോഗം ചെയ്ത് ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിൻ്റെ ദശ അത്യന്തം ശുഭകരമായിരിക്കുകയും ചെയ്യും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 41 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ശനിദശാസന്ധിയാണ്. ജാതകന് ശനിദശാസന്ധി കാലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും. എന്നാൽ ജാതകൻ്റെ ഗ്രഹനിരയിൽ ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമാണ് ശനിയെങ്കിൽ ശനിയുടെ ദശാകാലത്ത് ധനലാഭം, കീർത്തി, ഗൃഹലാഭം, സ്ഥാനപ്രാപ്തി മുതലായ വലിയ വലിയ ഗുണാനുഭവങ്ങൾ ജാതകന് വന്നു ചേരും. ധാരാളം ലഭിക്കുമെന്ന് മാത്രമല്ല, കുമിഞ്ഞുകൂടുന്ന രീതിയിലുള്ള സമ്പത്തും ജാതകന് ശനി നൽകുകയും ചെയ്യും. ചിത്തിര നക്ഷത്ര ജാതകർക്ക് 60 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ബുധദശാസന്ധിയാണ്. ബുധദശാസന്ധിയിൽ ജാതകന് പൊതുവെ ഗുണപ്രദമായ കാലമാണ്. പലതരത്തിലുള്ള അഭിനന്ദനം, കീർത്തി, പൊതുജന അംഗീകാരം തുടങ്ങിയവ, സിനിമ പോലുള്ള മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ, കീർത്തിപത്രം ഇവയൊക്കെ ഈ കാലയളവിൽ ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ അധികാരമുള്ള സ്ഥാനങ്ങളും ലഭിക്കും. എന്നാൽ ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ ധാരാളം ഗുണഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നീചത്തിലോ മൗഢ്യത്തിലോ നിൽക്കുന്ന ബുധദശയിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയുമില്ല. രോഗാവസ്ഥ മൂലം ജാതകന് കുറച്ചൊക്കെ ദുരിതം അനുഭവിക്കേണ്ടിയും വരും. ചിത്തിര നക്ഷത്ര ജാതകർക്ക് 77 വയസ്സ് മുതൽ 84 വയസ്സ് വരെ കേതുദശയാണ്. ഈ ദശാഗന്ധി കാലയളവിൽ ജാതകന് കുറച്ച് ദോഷപ്രദമായ സമയമാണ്. രോഗ അവസ്ഥകൾ വന്നു ചേരും. ഇതൊക്കെ ജാതകനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈശ്വര ചിന്ത, അല്ലെങ്കിൽ ഭജനങ്ങൾ, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങൾ, പൂജകളൊക്കെ നടത്തി ചില ദോഷങ്ങളെയൊക്കെ നമുക്ക് ഇല്ലാതാക്കി മുന്നോട്ട് പോയി ജീവിതം സ്വസ്ഥമായ അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് ചിത്തിര നക്ഷത്രക്കാർ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവപ്രീതി ഉണ്ടാക്കിയെടുക്കണം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 84 വയസ്സ് മുതൽ 104 വയസ്സ് വരെ ആയുസ്സുണ്ടെന്നാണ് പറയുന്നത്. ഈ കാലയളവ് വലിയ നേട്ടങ്ങളുണ്ടാകുന്ന കാലമെന്ന് നമ്മൾ പറയുമ്പോഴും വയസ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇവർ ഈശ്വര സ്മരണയോടെ ജീവിച്ചാൽ നല്ല ഒരു ജീവിതം തന്നെയാണ് ഇവർക്കുണ്ടാവുക. അതുകൊണ്ട് ചിത്തിര നക്ഷത്രക്കാർ അവരുടെ പൊതുവായ ഫലങ്ങൾ ഒക്കെ നോക്കി ജീവിക്കുക. നേട്ടങ്ങൾ ഒരുപാടുണ്ടാകുന്ന ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ദൃഢമായ വിശ്വാസമുള്ള നാളുകാരാണെന്നുള്ളതാണ് ചിത്തിര നക്ഷത്രക്കാർ. പൊതുവായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും അടുത്ത ഒരു നക്ഷത്രപംക്തിയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.